ഹായ് എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചുകൂടി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നോ? ആ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, താല്പര്യമുള്ളവരൊക്കെ. നല്ലൊരു ചിക്കൻ കറിയാണ്, ഞാൻ ഗ്യാരണ്ടി തരുക. പിന്നെ അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി, എൻ്റെ കൂടെ പഠിക്കുന്ന കൊച്ചൻ്റെ മമ്മിയാണ്, മാർവാടികളാണ്. അവളിങ്ങനെ ഞാൻ താഴെ ഇങ്ങനെ വന്നോണ്ടേ, ഞാൻ ഇങ്ങനെ സെൽഫി എടുത്തോണ്ട് വന്നോണ്ടേ അവൾ അപ്പുറത്തെ വിങ്ങിന്ന് വന്ന് ഭാവി എൻ്റെ ഇതോടെ എടുക്ക് എന്നൊക്കെ പറഞ്ഞു. അവൾ പെട്ടെന്ന് ഞാൻ അവളുടെ അടുത്ത് മലയാളം പറഞ്ഞ് എല്ലാവർക്കും സുഖമാണെന്നോ എന്ന് ചോദിക്കാൻ അവൾ പെട്ടെന്ന് പഠിക്കും കേട്ടോ. എൻ്റെ കൂടെ നമ്മളൊക്കെ ആണെങ്കിൽ അവരുടെ മാർവാടി പറയണമെങ്കിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടല്ലേ, പെട്ടെന്ന് പഠിക്കും. അപ്പോൾ അവൾ ഭാബി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഭാബിയുടെ മീൻസ് എനിക്ക് ഭാബിയുടെ മീൻസ് ഇവിടെ ചിലർക്ക് ഈ ഹസ്ബൻഡിൻ്റെ ചിലപ്പം ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യയെ ഭാബിയെന്ന് വിളിക്കും, നാത്തൂനെ ഭാബിയെന്ന് വിളിക്കും. അപ്പം ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തോണ്ടേ ഇങ്ങനെല്ലാം പറയുന്നുണ്ട്. പിന്നെ അപ്പം നമ്മൾ അവളുടെ അങ്ങനെ റിലേഷനിലുള്ള ഇതിലല്ലല്ലോ. അപ്പോൾ ഒരിടത്ത് ഇങ്ങനെ കിടക്കുന്ന നമ്മുടെ സമപ്രായക്കാർ, അവളിപ്പോൾ എൻ്റെ തന്നെ ഏജല്ല, എന്നെയൊക്കെ ഇച്ചിരി ഇളയതാണ്, പ്രായക്കാർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ഭാബിയെന്ന് വിളിക്കും. അല്ലേ, കഴിഞ്ഞ ദിവസം പോൾ അളിയാന്ന് അതുപോലെ ഭാബിയെന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ വീഡിയോ ഇടണേ, എന്നിട്ട് എനിക്ക് അയച്ചു തരണേ. ഞാൻ റെഡി, നിനക്കൊന്നും മനസ്സിലാവത്തില്ല. അന്നേരം തൊട്ട് അവൾ കുറേ നാളുകൊണ്ട് അവൾ പറയുക ഭാബി പോളിനെ കൊണ്ട് ഇതൊക്കെ ഒന്ന് ഹിന്ദിയിൽ ഇടിപ്പീര്, അന്നേരം ഞങ്ങൾക്കും റെസിപ്പികളൊക്കെ നമുക്ക്. അവർ പക്ഷേ നോൺ വെജ് കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ മീനൊക്കെ അതൊക്കെ കേൾക്കുമ്പോഴേ അവർക്ക് അങ്ങ് വല്ലാതെ. അവർ പിന്നെ കഴിക്കുന്നത് ഈ പനീർ അങ്ങനെയൊക്കെ ഉള്ളത്. അവർ നോൺ വെജ് തൊടത്തേ ഇല്ല ഈ മാർവാടിയിൽ. ചിലർ അപ്പോൾ അവൾ പറഞ്ഞ ചില ബൈ ചാൻസ് കൊച്ചിന് മുട്ട കൊടുക്കുന്നു അങ്ങനെ എങ്ങാണ്ടൊന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെന്താ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ അഖില് ചോദിച്ചായിരുന്നു ഈ കാക്കയുടെയൊക്കെ സൗണ്ട് കേട്ട് വീഡിയോ എടുത്താൽ. ചേച്ചി ഇത്ര രാവിലെ ചേച്ചി എണ്ണീക്കുമോ? എനിക്കൊന്നും പറ്റത്തില്ലേ എന്ന്. അല്ല, ഞാൻ ഇപ്പം അത്ര രാവിലെ ഞാൻ ഇടയ്ക്ക് എണീറ്റതാ, അന്നേരം വീഡിയോ എടുത്തത്. പക്ഷേ അപ്പോഴേ കുക്കിംഗ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ബൈ ചാൻസ് ചില ദിവസമേ അങ്ങനെ ആ സമയത്തൊക്കെ എണീക്കാറുള്ളൂ. അല്ലെങ്കിൽ ഒരു 6:30 ആയിട്ടൊക്കെ നമുക്ക് തുടങ്ങിയത്. കാരണം രാവിലെ പിള്ളേർക്കൊന്നും പോകണ്ട സ്കൂളിൽ. അഥവാ പോൾമോൻ്റെ 10th അതിന് മുമ്പിട്ടൊക്കെ ഉള്ള സമയത്ത് 6:30 ബസ് വരും, 5:30 എണീക്കണമായിരുന്നു. അപ്പോൾ ഉറക്കമൊന്നും തികയത്തില്ല. ഇപ്പം ഇവിടെ കിടക്കുന്നത് തന്നെ ലേറ്റായിട്ടാണ് കിടക്കുന്നത്. പിന്നെ നേരം വെളുത്താൻ ഇത്തിരി ഒന്ന് കണ്ണി ഉറക്കം കയറുന്നത്. കിടക്കുമ്പം തന്നെ മണി 12:30 1 മണിയൊക്കെ ചില ദിവസങ്ങളാവും. കാരണം റീച്ചാന് ചിലപ്പോൾ ലേറ്റായിട്ട് വരുവാണെങ്കിൽ ഞാനിങ്ങനെ, പിന്നെ ഈ പോള് ചില സമയത്ത് ഇങ്ങനെ അവന് രാത്രി പഠിത്തമാണ് കൂടുതൽ. അപ്പോൾ എനിക്കും അങ്ങോട്ട് നമുക്ക് സമാധാനത്തിൽ ഇങ്ങനെ കിടക്കാൻ നമുക്കും തോന്നത്തില്ല, അങ്ങനെയൊക്കെ വരും. ഇനിയിപ്പോൾ രാവിലെ പോകണ്ടാത്തതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടേ എണീക്കത്തുള്ളൂ. രാവിലെ എണീറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരു ബൈബിള് ഒരധ്യായമെങ്കിലും വായിക്കും. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വായിക്കത്തില്ല, രാവിലെ അത്രയൊക്കെ വായിച്ചിട്ട് പോയി വല്ലതും ചെയ്യും. പിന്നെന്താ, പിന്നെ ഈ ഭാബിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെ, ഷീബ വെന്നി പറഞ്ഞായിരുന്നു ഭാബി മീൻസ് സിസ്റ്റർ ഇൻ ലോയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ തയ്യൽ ക്ലാസ്സിൽ പോയണേ, അവിടെ അവർ UP-കാരായിരുന്നു. അവർ അനിയൻ്റെ ഭാര്യയെ ചേട്ടൻ്റെ ഭാര്യയെ ഭാബിയെന്ന് വിളിക്കുന്ന ഞാൻ കേട്ടിട്ട്. അതൊക്കെ അറിയാം. പക്ഷേ നമ്മൾ ഈ സമപ്രായക്കാരും ഭാബിയെന്ന് വിളിക്കും. അത് ഞാൻ സെർച്ച് ചെയ്ത് പോയെടുത്തതാണ്. ഓക്കെ. ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ്, അതായത് സാബുദാണ കിച്ചടി. അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് എനിക്കിത് ഉണ്ടാക്കണമെന്ന്. ഇവിടെ ഇപ്പം ആരൊക്കെ തിന്നുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാനിത് ഒരു ഇടയ്ക്ക് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇത് നമ്മൾ കുതിർത്തൊരു 2-3 മണിക്കൂറേലും ഒന്ന് കുതിർത്ത് വെക്കണം. ഞാനൊരു 4 മണിക്ക് മുമ്പിട്ട് എണീറ്റ്, 4 മണിന്ന് കൂട്ടാം, 4 മണിക്ക് ഇതിപ്പോൾ 2 കപ്പ് സാബുദാണയുണ്ട്. ഞാനൊരു 1.5 കപ്പ് നന്നായിട്ട് നന്നായിട്ട് കഴിയുമെന്ന് ഞെവിടി കഴുകരുത്. അത് ആ സമയം ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. കാരണം ആ സമയം ആയതുകൊണ്ട് എടുത്തില്ല, ഞാൻ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ
ഒന്നൊന്നും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്നുമില്ല അവലൊക്കെ കഴുകുന്നത് പോലെ ഒത്തിരി നമ്മൾ അരി കഴുകുന്ന പോലെ ഞെവിടി കഴുകില്ല. ഞാനൊരു 2 പ്രാവശ്യം ഒന്ന് വെറുതെ ഒന്ന് വെള്ളമൊഴിച്ച് ഊറ്റിക്കളഞ്ഞിട്ട് അത് പിന്നെ വെച്ചിട്ട് ഇപ്പോൾ 2 കപ്പ് സാബുദാണയ്ക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചവിടെ വെച്ചിരുന്നു. ഒരു 3 മണിക്കൂർ ഞാൻ വെച്ച്. അപ്പോൾ ഞാൻ രാവിലെ വന്നപ്പോഴത്തേക്കിന് അത് നോക്കിയുണ്ടെങ്കിൽ നന്നായിട്ടത് വീർത്ത് ഒന്നേലൊന്നേ തൊടാതെ ഇരിപ്പുണ്ട്, കുഴഞ്ഞൊന്നും പോകാതെ. അപ്പോൾ ഞാനവിടെ ചായ അടുപ്പത്ത് തിളച്ചവിടെ അത് ഓഫാക്കിയിട്ട് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ പച്ചക്കപ്പലണ്ടി ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അഥവാ റോസ്റ്റഡ് കപ്പലണ്ടി ആണെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ടൊന്ന് പിന്നെ അത് ഇപ്പോഴല്ല ഇടുന്നത്, പിന്നെ ഞാൻ പറയാം ഏത് സമയത്ത് ഇടണമെന്ന്. ഞാനിപ്പോൾ ഈ കപ്പലണ്ടി കോരി എടുത്തിട്ടുണ്ട് വറുത്തിട്ട്. പിന്നീട് ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയും നെയ്യ് വേണോ അതനുസരിച്ച് നെയ്യൊക്കെ ചേർക്കാം. ഇപ്പം ഞാനിവിടെ പുഴുങ്ങിയ ഉരുളൻകിഴങ്ങാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ചേർക്കണ്ട. നിങ്ങളിപ്പം പച്ച ഉരുളൻകിഴങ്ങാണെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വറുത്തെടുക്കണേ. അപ്പം ആദ്യം നമുക്ക് ഇച്ചിരി ജീരകം ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. കടുക് യൂസ് ചെയ്യുന്നില്ല, ജീരകമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ്. പക്ഷേ ഈ ഉരുളൻകിഴങ്ങ് ഒരിച്ചിരി ഒന്ന് വെന്ത് പോയി, അത്രയും വേവരുത്. ഒരിച്ചിരി ഒരു വിസിൽ വന്നിട്ടൊന്ന് തുറന്ന് വിടണമായിരുന്നു. ഇത് നമുക്ക് പൊഹയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ടൈപ്പിലിടാം. അപ്പോൾ നിങ്ങൾ പച്ച ഉരുളൻകിഴങ്ങാണെങ്കിൽ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലിട്ട് വഴറ്റണം. ഞാൻ ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് 2-3 പച്ചമുളക് കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി അതൊന്ന്, ഇപ്പോൾ ഉരുളൻകിഴങ്ങ് വെന്തതായതുകൊണ്ട് ഒത്തിരി നേരം ഇട്ടിളക്കണ്ട. അതല്ല എങ്കിൽ എന്നിട്ട് ഈ ഉരുളൻകിഴങ്ങിൻ്റെ ഒരിത്തിരി ഒരു കളർ പോലൊക്കെ വരുമല്ലോ, ഇത്തിരി ഒന്ന് വറുത്തിട്ട് ഒരു ബ്രൗൺ കളർ അതിൻ്റെ ഉരുളൻകിഴങ്ങിൻ്റെ മുകളിൽ വരുന്ന ഉടനെ അത്രയൊന്ന് വഴറ്റിയെടുക്കണം. പച്ചയാണേലും അങ്ങനെ ചെയ്യണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ സാബുദാണ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. നിങ്ങളിപ്പം ഞാൻ ആ കപ്പലണ്ടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതേസമയം അടിയിലെങ്ങാനും പിടിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. എനിക്കങ്ങനെ അടിയിൽ അങ്ങനെ പിടിക്കുന്നതായിട്ട് തോന്നിയില്ല. ഞാനങ്ങനെ അടിയിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി സൈഡിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഇച്ചിരി ഓയിലോ നെയ്യോ എങ്ങാനും ചേർക്കുന്നത് നല്ലതാണ്. ഞാനൊരു ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഇച്ചിരി ഒന്ന് ചേർത്തന്നേ ഉള്ളൂ, ഇങ്ങനെ വെളുത്തിരിക്കാതെ ഒരു ഇച്ചിരി കളറിന് വേണ്ടി. അപ്പം നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു കൊടുക്കാമേ. ആവി കിടന്നിത് ഇനി ഇത് വേവുന്നതെന്ന് പറയുന്നത് നല്ല മീനിൻ്റെ കണ്ണ് പോലെ ട്രാൻസ്പെറൻറ്റ് പോലെ ഇതാവും. ആ സമയം വരെ ഒന്ന് അഥവാ ഞാൻ പറഞ്ഞു അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കപ്പലണ്ടി വറുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ക്രഷ് ഒത്തിരി അങ്ങ് പീസില്ല, എന്നാലും ഇത്തിരി ഒരു ചെറിയ പൊടി ഇതുപോലെ പീസ് പോലെ ഉണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ കപ്പലണ്ടി ക്രഷ് ചെയ്തുകൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഈ സാബുദാണയൊന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, നല്ല ഒരു ടേസ്റ്റുമായിരിക്കും കഴിക്കാനായിട്ട്. അപ്പം ഞാൻ വീണ്ടും ഇപ്പം ആദ്യത്തെ കൂട്ടല്ല, ഇച്ചിരിച്ച ചിലതൊക്കെ ഒന്ന് ട്രാൻസ്പെറൻറ്റ് കളർ പോലെ ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുക, അടിക്ക് പിടിക്കുകയാണെങ്കിൽ കയ്യിൽ ഒരിച്ചിരി എണ്ണയും പൊട്ട വെള്ളം ഒന്ന് കുടയണേ. അല്ല എങ്കിൽ സൈഡിൽ ഇത്തിരി ഓയിലോ നെയ്യോ എങ്ങാണം ഒഴിച്ചും കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഞാനൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അത് വെന്തിട്ടില്ല. ഇത് തോരൻ വെക്കുന്നത് കടല ഇന്നലെ വെള്ളത്തിൽ ഇട്ടായിരുന്നു, അതാ തോരൻ വെക്കുന്നത്. അതിന്ന് കഴുകിയിട്ട് ഞാൻ ഒരു വിസിലടിച്ചെന്നെടുക്കട്ടെ. അപ്പോൾ ഇതൊന്ന് ഇപ്പം ട്രാൻസ്പെറൻറ്റ് കളർ പോലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇളക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട പോലൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തവിയും കൊണ്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് നല്ലതായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കാം. നമ്മുടെ സാബുദാണ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ പോളിന് മാത്രം ഇഷ്ടപ്പെട്ടില്ല. പോള് 1-2 സ്പൂൺ എടുത്ത് കഴിച്ചിട്ട് പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന്. ബാക്കി പ്രൈസമോനെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടൻ കുളിച്ച് സുന്ദരനായി വന്ന് തണുക്ക് നീക്കോക്കളെ. അയ്യോ അതിന് തല ഇവിടെ നല്ല പിയേഴ്സ് സോപ്പിന് മണമുണ്ടല്ലോ. പിന്നെ ഞാൻ കടല തോരൻ വയ്ക്കാനായിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സാബുദാണയുടെ പായസം പ്രൈസിന് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അവൻ പറഞ്ഞു മമ്മി ഇതിൻ്റെ പായസം ഉണ്ടാക്കണേ. അപ്പോൾ കുറച്ച് ഇരിപ്പുണ്ട്, അത് ഇനി എന്തെങ്കിലും അതിൻ്റെ പായസം ഉണ്ടാക്കി കൊടുക്കുക. അന്ന് പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കഴിച്ചത്. അന്നത്തെ ദിവസം പോള് രാവിലെ കഴിച്ചില്ല. ഞാൻ ചിന്തിക്കുമോ വിശപ്പുള്ളവർക്ക് അതിന് എന്താ കുഴപ്പം. ഞാൻ പറഞ്ഞു എടാ ഇത് കടിച്ചാൽ നീ കഴിച്ചാൽ നിന്നെ തിരിച്ച് കടിക്കുന്ന സാധനമൊന്നും അല്ലല്ലേ, ഇത് കഴിക്കുന്നതിന് എന്തുവാടാ കുഴപ്പം. അവൻ തിന്നില്ലെന്നുള്ള 2 സ്പൂൺ തിന്നപ്പോഴത്തേനും അവൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. അന്ന് കോളേജിൽ പോകണ്ടായിരുന്നു, അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വേറെ വല്ലതും. കാരണം പിള്ളേർ വീട്ടിൽ നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലേ, ഒന്നും കഴിച്ചില്ലേലും. അല്ലാതെ വെളിയിൽ പോവാമെന്നെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ കോളേജിലോ സ്കൂളിലോ അങ്ങനെ പോകുന്നത് നമുക്ക് വിഷമമല്ലേ. എന്തെങ്കിലും ഞാൻ വേറെ ഉണ്ടാക്കി കൊടുത്തേനെയായിരുന്നു. അപ്പം വീട്ടിൽ ഇരിക്കുമായതുകൊണ്ട് നേരത്തെ അന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിച്ച്. ഞാനിവിടെ കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇത്തിരി സവാള ഇട്ട് വഴറ്റിയിട്ട് അതോടെ അരപ്പൂടെ ചേർത്തിട്ട് നമ്മുടെ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടല കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്, അതുകൊണ്ട് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് അതവിടെ ഒന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീയിലിടും. അന്നേരം ആ മസാലയൊക്കെ കടലയ്ക്കകത്ത് നന്നായി പിടിക്കും. ഇതിപ്പോൾ കുറേ നാളായി ഈ മീൻ വാങ്ങിച്ചിട്ട്. 2 കേരച്ചൂരയും മത്തിയും വാങ്ങിച്ചില്ലേ. അപ്പോൾ ഈ ഒരു ചൂര ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് ഇന്നെടുത്ത് കറി വയ്ക്കാമെന്ന് വെച്ച്. പക്ഷേ അന്നത്തേനേക്കായി ഈ മീൻ രണ്ടും ഒരാടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതിൽ ഒട്ടും കറുപ്പില്ലായിരുന്നു. ഇവിടെ ഇത് കറി വെച്ചിട്ട് പ്രൈസനും പറയുക ഇതൊരിത്തിരി സോഫ്റ്റ് പോലെയൊന്നും. പക്ഷേ എനിക്ക് ഈ ചൂരയൊക്കെ ഇത്തിരി കട്ടിയായിട്ട് ഇത്തിരി ഹാർഡായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഈ പിള്ളേർക്കൊക്കെ ഇത്തിരി സോഫ്റ്റായിട്ടിരിക്കും. പ്രൈസ് പറയും എന്ത് നല്ല സോഫ്റ്റ്. റേച്ചാനും കഴിച്ചു. കാരണം നല്ല വെളുത്ത മീനായിരുന്നു, നല്ല പീസ്. ഞാൻ ഇത്തിരി വലുതായിട്ടും കണ്ടിച്ചത് കൊണ്ട് അത് കാണാനൊക്കെ ഒരു സുമാറുണ്ടായിരുന്നു. അതുകൊണ്ട് റേച്ചാൻ വന്നോണ്ട് ഞാൻ പറഞ്ഞു റേച്ചാൻ വെള്ളയാണ് റേച്ച കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുക്കുന്ന ഉടനെ ഒന്ന് തിരിക്കി മറിക്കുന്നൊക്കെ നോക്കും. ചിലതിൻ്റെ അത് ഇത്തിരി ഒരു ബ്ലാക്ക് കളർ പോലെ വരുമല്ലേ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറയും. എന്നിട്ട് ആ ചട്ടിക്കകത്തുള്ള എല്ലാം തിരഞ്ഞ് ഞാൻ പറയും എൻ്റെ റേച്ച അങ്ങനെ തിരഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം നല്ല വെളുത്തതാണ് കഴിക്കാൻ പറഞ്ഞ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ എത്ര 2-3 ആഴ്ചയായെന്ന് തോന്നും. അന്ന് ആ മത്തിയും 2 കേരയും കൂടെ വാങ്ങിച്ചത്. വേറെയൊക്കെ ഇങ്ങനെ ആ കുഞ്ഞൻ മത്തിയൊക്കെ എടുത്തത് കൊണ്ട് ഇതിനെ അങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഇനിയിപ്പം തീർന്ന് ഇനി ഒന്ന് പോയേ ഒക്കത്തുള്ളൂ മലയാടിയിൽ. അപ്പോൾ ഇത് ഐസോടുകൂടി ഇരുന്നതുകൊണ്ട് ഞാൻ വെട്ടിയതാണ്. അപ്പോൾ അത് ഇത്തിരി മുറിയാൻ പ്രയാസമായതുകൊണ്ട് ഞാനിങ്ങനെ പിച്ചാത്തി വെച്ചിട്ട് അങ്ങനെ എൻ്റെ പിച്ചാത്തി പോയത്. ഈ പിച്ചാത്തി എൻ്റെ പോയതാകത്തെ വാത്തല. അത് കഴിഞ്ഞാൽ മറ്റേ ആ സ്റ്റീലിൻ്റെ നമ്മൾ വാങ്ങിച്ചത്. ആ നമ്മുടെ ഇടിക്കല്ലിൻ്റെ ഇതും കൊണ്ട് ഞാനൊന്ന് ഇങ്ങനെ ഈ പിച്ചാത്തിയെ തട്ടും. അന്നേരം അതങ്ങ് കറക്റ്റ് പോവും. ഞാൻ എത്രയും പീസ് ഇങ്ങനെ ഞാൻ കണ്ടിരിക്കും. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തൊലി എടുത്തിട്ട് മൊത്തത്തിലങ്ങ് ആ മുള്ളിൻ്റെ മുകളിൽ നിന്ന് അങ്ങ് കണ്ടിച്ചെടുക്കും. ഇന്ന് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പം പീസ് എത്രയും വലുതാക്കാമോ അതുപോലെ രീതിയിൽ നമുക്ക് കണ്ടിച്ചെടുക്കാം. എല്ലാം ഞാനിങ്ങനെ മുറിച്ചിട്ട് ഈ മീനിൻ്റെ നടുക്ക ബ്ലാക്ക് വശം ഉണ്ടല്ലേ അവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പിച്ചാത്തി ഇങ്ങനെ ഒന്ന് പൊളക്കുമ്പോഴത്തേക്കേന് മീൻ അങ്ങ് പീസായിട്ട് കിട്ടും. അപ്പം ഞാനെല്ലാം ഇങ്ങനെ ഒന്ന് ഒരുമാതിരി ഒരു വലിയ പീസായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പം ഇങ്ങനെ ഐസോടുകൂടി ആയതുകൊണ്ട് നമുക്ക് പൊടിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് എളുപ്പം. ഇത്രയും ദിവസമായിട്ടും ഇതിനൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഞാനവിടെ ആ പാത്രത്തിൽ എടുത്ത് വെച്ചേക്കുന്നത് പുളി കഴുകിയ വെള്ളമാണ്. നിങ്ങൾക്ക് പുളി കഴുകിയ വെള്ളം ഒന്നി എടുക്കാം, അല്ലെങ്കിൽ വിനാഗിരി എടുക്കാം, എന്ത് വേണേലും എടുക്കാം. ഞാൻ പണ്ട് തൊട്ടേ ഈ പുളി വെള്ളത്തിലെടുക്കുന്ന. പുളി ഇല്ല എങ്കിൽ തോരൻ വല്ലതും വയ്ക്കുകയാണെങ്കിൽ ഞാൻ വിനാഗിരി എടുക്കും. ഇവിടെ ഇപ്പം നമ്മുടെ കടലത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീനെല്ലാം ഞാൻ വെട്ടിയെടുത്ത് പിന്നെ മീൻ കറി വയ്ക്കാനായിട്ട് മസാലയൊക്കെ ഒന്ന് മുളക് പൊടി കുറച്ച് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി ഉപ്പും പുളിവെള്ളവും ഉലുവാപ്പൊടി എല്ലാം ചേർത്തിട്ട് അരപ്പ് തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം. ഇച്ചിരി കപ്പ, ഈ ചൂര ഞാൻ വെച്ചിരുന്നത് ഇച്ചിരി കപ്പ. എന്നോട് ഇന്നലെ ആലീസ് പറഞ്ഞായിരുന്നു വിജി നൊയമ്പ് കഴിഞ്ഞിട്ട് കപ്പ വേവിയിരുന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ചൂര കപ്പ വേവിക്കാൻ നേരം എടുക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ സൺഡേ കപ്പ വാങ്ങിക്കാനും മറന്നുപോയല്ലേ. പിന്നെ ഇന്നിപ്പം മീനൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഇന്നങ്ങ് ഇതിനെ അങ്ങ് എടുത്തു.
ഞാൻ ആ കടല ചീനച്ചട്ടിയിൽ നിന്നൊരു പാത്രത്തിലോട്ടാക്കി. കാരണം ചീനച്ചട്ടി ഇവിടെ വെക്കാൻ ഒത്തിരി പാതാമ്പറത്തൊക്കെ സ്ഥലം കുറവായതുകൊണ്ട് വലിയ ചീനച്ചട്ടിയല്ലേ, എന്നിട്ട് അതങ്ങ് കഴുകി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ചു. ഇനി അതിലേക്ക് നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം. അതിൻ്റെ തലയുണ്ട്, ഇത് ഞാൻ ആദ്യം ഇട്ടത് തലയാണ്. എനിക്ക് മീനുകളിൽ ഏറ്റവും ഇഷ്ടം തല ചൂരയുടെയാണ്. റോസ്വില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഞാൻ മീൻ വെട്ടുന്ന നോക്കിയിരിക്കുമായിരുന്നു തല എടുക്കുന്നോ ഇല്ലയോ എന്ന്. റോസ്വില്ലയ്ക്ക് ഏറ്റവും ഇഷ്ടം, എല്ലാ മീൻ്റെയും തല ഇഷ്ടമെന്ന് പറഞ്ഞു. ഇസ്തരിക്കാരനായിരുന്നു വന്നത്. പോള് കുളിക്കുമായിരുന്നു, അതാ വിളിച്ചത് മമ്മാന്ന്. അപ്പോൾ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞുടനെ നന്നായിട്ട് വറ്റി. അപ്പോൾ വൈകുന്നേരം പിന്നെ പോൾമോൻ ക്ലാസ്സിന് പോകാൻ നേരം കൊച്ചിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. പോൾമോൻ അങ്ങോട്ടും പോയി, കൊച്ചി ഇങ്ങോട്ടും വരുന്നു. അപ്പം ഒരു പുള്ളിക്കാരി അവിടെ നിന്ന് കൊച്ചിനോട് എന്തെങ്കിലും ചോദിക്കുക. അപ്പം പുള്ളിക്കാരിക്ക് ഒരു പട്ടിക്കുട്ടിയുണ്ട്, ജിമ്മി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പുള്ളിക്കാരി എല്ലാവരും വിളിക്കുന്നത് ജിമ്മിയുടെ മമ്മി ജിമ്മിയുടെ മമ്മി എന്നാണ്. ജിമ്മിയുടെ മമ്മിയും ജിമ്മി ആൻറ്റിയും. എന്തെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പിള്ളേർ ചോദിക്കുന്നുണ്ടെങ്കിൽ പറയും ജിമ്മി ആൻറ്റി കണ്ടെന്ന് പറയും. ആൻറ്റി എന്ത് ചോദിച്ചാ? എക്സാം. സ്കൂള് പോയോ? टिफिन बॉक्स पे निकालो। അതെല്ലാം കഴുകാൻ കൊണ്ടിട്ടാരാ? बोलो हेलो। हेलो हाय। कहाँ मार्केट गए थे? मार्केट गए थे? मार्केट नहीं, मैं ऐसे ही वॉक कर रहा था। अच्छा अच्छा वॉक कर रहे थे। चलो और कैसे हो सब लोग? ऐसा ही बोलो, എല്ലാരും സുഖമാണോ എന്ന് ചോദിക്കേ. എല്ലാരും സുഖമാണോ? സുഖമാണോ? ആ, എല്ലാരും സുഖമാണോ? സുഖമാണോ? ആ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം നേരം ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സി യു.